നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ലാലിഗ കിരീടം അവർ സ്വന്തമാക്കിയിരുന്നു. അതിനു പുറമെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടവും സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ലാലിഗയിൽ 38 മത്സരങ്ങളിൽ 29 മത്സരങ്ങളിലും അവർ വിജയിക്കുകയായിരുന്നു. 8 സമനില വഴങ്ങി ഒരേ ഒരു തോൽവി മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അങ്ങനെ 95 പോയിന്റുകൾ നേടിക്കൊണ്ടാണ് ലാലിഗ കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സീസണിൽ കേവലം 2 തോൽവികൾ മാത്രമാണ് റയൽ മാഡ്രിഡിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ആ 2 തോൽവികളും എതിരാളികളുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു. അതായത് സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ ഈ സീസണിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് റയൽ മാഡ്രിഡ് ഈ ഒരു സീസൺ പൂർത്തിയാക്കിയിട്ടുള്ളത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് എതിരാളികളാണ്. മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടിലെ വെംബ്ലിയിൽ വെച്ചുകൊണ്ടാണ്. അതായത് സാന്റിയാഗോ ബെർണാബുവിലെ ഈ ഒരു സീസൺ അവസാനിച്ചിട്ടുണ്ട്. ബെർണാബുവിൽ ആകെ 25 മത്സരങ്ങളാണ് എല്ലാ കോമ്പറ്റീഷനിലും ആയിക്കൊണ്ട് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 20 വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 സമനില വഴങ്ങി ഒരൊറ്റ തോൽവി പോലും സാന്റിയാഗോ ബെർണാബുവിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ റയൽ മാഡ്രിഡിന്റെ ഒരു കോട്ടയാണ് സാന്റിയാഗോ ബെർണാബു. ആ ഒരു കോട്ട പൊളിക്കാൻ അല്ലെങ്കിൽ അവിടെ വിജയം സ്വന്തമാക്കാൻ ഒരു എതിരാളിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ തന്നെ ബയേൺ തുടങ്ങിയ പ്രശസ്തരായ വമ്പൻ ക്ലബ്ബുകളെ നേരിടേണ്ട ഒരു സാഹചര്യം റയലിന് ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് റയലിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനിയിപ്പോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് റയലിന്റെ മുന്നിലുള്ളത്. ബൊറൂസിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനെ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ റയലിന്റെ ആരാധകർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.